കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. യഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമാവണം. അവിടുത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്, അവിടെ വിലാപങ്ങളല്ല. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം വീരമ്പോ അവർ വിളിച്ചു പറയും, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യത്തക്ക രീതിയിൽ ദൈവിക ഇടപെടി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. തിങ്ങി വിങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളും ഭാരങ്ങളും മറ്റാർക്കും അതറിയില്ല. പക്ഷെ അറിയേണ്ടവൻ അറിഞ്ഞാൽ ചിന്തിക്കാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി സഹോദരങ്ങളെ ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയം. ഹാഗറിന്റെ കരച്ചിൽ മറ്റാരും കേൾക്കാൻ ഇല്ലായിരുന്നു, മരുഭൂമിയാണ്. പക്ഷേ കേൾക്കേണ്ടവൻ കേട്ടപ്പോ, ഹാഗറേ, നിനക്കിവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ചു. ദൈവത്തിന്റെ ഇടപെടിയിൽ അവിടെ ഇറങ്ങുകയാ. ഇന്ന് പകലിലും ദൈവാത്മാവ് പറയുന്നു, കരയുന്നവന്റെ കരച്ചിലിന്റെ അർത്ഥം മറ്റാർക്കും മനസ്സിലാവില്ല. പക്ഷേ മിസ്രയീമിലായിരുന്ന എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടമറിഞ്ഞു എന്ന് പറഞ്ഞ ദൈവം പറയുക, അത് കണ്ടുകൊണ്ടിരിക്കുന്നവനല്ല ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിലും സഹോദരങ്ങളെ, നമ്മുടെ വേദന കണ്ടിട്ട് പോകുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? മനസ്സലിയുന്ന, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് ചോദിക്കുന്ന ഒരു കർത്താവിനെ ഭൃത്യമായി ഉറക്ക നിലവിളിച്ചു. പലരും അവനെ തടസ്സപ്പെടുത്തിയിട്ടോ അവൻ നിലവിളിച്ചു. ശേഷം അവിടെ നിൽക്കുകയാ. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുക, ഭൃത്യമായി വിളിക്കുക. കരയുന്നവന് വേണ്ടി നിൽക്കുന്ന ഒരു സ്വർഗം ഇന്നു പ്രഭാതത്തിലുമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി സദൃശ്യവാക്യം 19:23 യഹോവ ഭക്തി ജീവഹേതുവാകും, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. യഹോവ ഭക്തി ജീവന്റെ കാരണമാണ്. ശരിയായി ജീവിക്കണമെങ്കിൽ, ആത്മീയനായി ജീവിക്കണമെങ്കിൽ, നേരോടെ ജീവിക്കണമെങ്കിൽ, എത്തേണ്ടിടത്ത് എത്തണമെങ്കിൽ യഹോവ ഭക്തനാവും. അതാണ് നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക്, ജീവഹേതു നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഭക്തിയോടെ ജീവിക്കുക. ഇടയായിത്തീരുമെങ്കിൽ മറ്റൊരിടത്ത് പറയാം, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ടാവും. ഏതു പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ ഒരു കരുത്ത് യഹോവ ഭക്തനുണ്ടാകും. സ്തോത്രം. മറ്റൊരു, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും അതില്ലാത്തപ്പോഴും എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. അടുത്ത വാക്യം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, ഒരു പ്രതിഫലം ഉണ്ടാകും, ഉറപ്പാ, നിശ്ചയമെന്നാ പറഞ്ഞേ. നിനക്കൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. സ്തോത്രം. ഇന്ന് ഈ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാവണം. ഞാൻ എല്ലായ്പ്പോഴും യഹോവ ഭക്തനാകും,
നിത്യജീവങ്കലിലേക്ക് എന്നെ കൊണ്ടുപോകും. എനിക്കൊരു പ്രതിഫലമുണ്ട്, അത് നിശ്ചയം. ഞാനത് ഉറച്ചിരിക്കുന്നു. സ്തോത്രം. എനിക്കൊരു ധൈര്യമുണ്ട്, ദൃഢധൈര്യമുണ്ട്. പതറിപ്പോകുന്നവനല്ല ഞാൻ. യഹോവ ഭക്തിയോ മുറുകെ പിടിക്കുക. അതുകൊണ്ടാണ് യോബ് യഹോവ ഭക്തി മുറുകെ പിടിച്ചു. തന്റെ ഭാര്യ പറയുന്ന ഒരു പ്രസ്താവന, നീ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഭക്തി മുറുകെ പിടിക്കുകയാണോ, അല്ലെ ദൈവത്തെ മുറുകെ പിടിക്കുകയാണോ? മുറുകെ പിടിച്ചവൻ പരാജയങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചെങ്കിൽ സഹോദരങ്ങളെ, ഭക്തിയോടെ ഇരിക്കൂ. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുമെന്ന് അവിടുത്തെ ആത്മാവിലൂടെ സന്ദേശം അറിയിക്കുന്നു. ഒന്ന്, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. യഹോവ ഭക്തനാണോ, നമുക്ക് എല്ലാത്തിലും ഒരു തൃപ്തിയുണ്ട്. ഉള്ളതിൽ തൃപ്തിപ്പെടുക. സ്തോത്രം. തിരുവനന്തപുരം നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തും. സ്തോത്രം. യഹോവ ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റുള്ളൂ. ദൈവം നൽകിയ കുടുംബജീവിതത്തിൽ, തലമുറകളിൽ, അവസരങ്ങളിൽ, നടത്തുന്ന വിധങ്ങളിൽ ഒക്കെ നമുക്ക് തൃപ്തി ഉണ്ടാവണം. ആത്മീകരല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ, ദൈവഭക്തൻ തൃപ്തനാണ്. സകലത്തിലും തൃപ്തരാകാൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവം നമ്മെ ഇടയാക്കും എങ്കിൽ നമ്മളെപ്പോഴും യഹോവ ഭക്തിയോടെ തൃപ്തിയുള്ള ഒരു ജീവിതം. പലപ്പോഴും പലരിനും തൃപ്തി വരുന്നില്ല ഒന്നിലും, കാരണം യഹോവ ഭക്തി ഇല്ലാത്തതുകൊണ്ട്. സഹോദരങ്ങളെ, വേറെ ഒന്നുമില്ലെങ്കിലും യഹോവ ഭക്തി മുറുകെ പിടിച്ചാൽ നമ്മൾ തൃപ്തരായിത്തീരും. സകലത്തിൽ എപ്പോഴും തൃപ്തരായിത്തീരും. ദൈവം ആഗ്രഹിക്കുന്നത് തൃപ്തിയുള്ള ഒരു ജീവിതം. സ്തോത്രം. അടുത്ത ഭാഗം നോക്കൂ. അനർത്ഥം അവരെ അല്ലെങ്കിൽ അവന് നേരിടുകയില്ല. യഹോവ ഭക്തനായ ഒരു മനുഷ്യൻ അനർത്ഥത്തെ ജയിക്കും, അതിനെ ചവിട്ടി മെതിക്കും. സ്തോത്രം. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാകുമെങ്കിലും മറ്റിടത്ത് പറയുന്നത് പോലെ വീണ്ടും ജീവിപ്പിച്ച് തിരികെ കയറ്റുന്ന ഒരു ദൈവം. ദാവീദ് പറയുന്ന 71 സങ്കീർത്തനം നമുക്കറിയാം. ബാല്യം മുതൽ നീ എന്റെ പ്രത്യാശയാ, ഞാൻ നിന്റെ ഭക്തനാ. ഒരിടത്ത് പറയുന്നു. അപ്പൊ ഭക്തനായ ഒരുവൻ അനർത്ഥത്തിൽ കൊഴിഞ്ഞു പോകില്ല, വീണു പോകില്ല, തളർന്നു പോകില്ല, നിലംപരിചാകില്ല. ദൈവം അവനെ കരം പിടിച്ചു താങ്ങും. സ്തോത്രം. അനർത്ഥത്തെ ചവിട്ടി മെതിക്കാൻ യഹോവ ഭക്തന് കഴിയും. നിങ്ങളെ അലട്ടുന്ന രോഗബന്ധനമാണോ, വെല്ലുവിളികളാണോ, പ്രതിസന്ധിയുടെ ആഴങ്ങളാണോ? യഹോവ ഭക്തൻ ദൃഢധൈര്യത്തോടെ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്നു. ദൈവത്തെ നോക്കി പറയും, എന്റെ ദൈവത്തെ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. കാരണം യഹോവ ഭക്തനൊരു ദൃഢധൈര്യമുണ്ട്. പടക്കൂട്ടം വന്നാലും നിശ്ചലമായ ശക്തിയാണ് മതിൽ. മാറത്തില്ലെന്ന് വാദിക്കുന്ന അതിനെയും ജയിക്കുന്ന ഒരു അനോയിന്റിങ് അവന്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ യഹോവ ഭക്തൻ അനർത്ഥത്തെ ഫേസ് ചെയ്യും. എന്ന് വെച്ചാൽ അനർത്ഥം അവനെ തോൽപ്പിക്കില്ല, അതവനെ ഓവർകം ചെയ്യില്ല. അതുകൊണ്ട് തിരുവഴുത്ത് അനർത്ഥ ദിവസത്തിൽ ദൈവം തന്റെ കൂടാരത്തിൽ യഹോവ ഭക്തന്മാരെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. സ്തോത്രം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും 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 നീ യഹോവ ഭക്തനാണോ, അത് നിന്നോടോ, നിന്റെ കുടുംബത്തോടോ, നിന്റെ ശരീരത്തോടോ, നിന്റെ മൈൻഡിനോടോ അടുത്ത് വരാതവണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ വെളിപ്പെടുകയാ. ഭയങ്ങൾ മാറട്ടെ. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും? നിങ്ങൾ യഹോവ ഭക്തിയോടെ നിൽക്കൂ, ഭക്തി മുറുകെ പിടിക്കൂ, കോംപ്രമൈസ് ചെയ്യരുത്. ദൈവ ഭക്തനായിരിപ്പീൻ, നിങ്ങൾക്ക് പരാജയമില്ല. യഹോവ ഭക്തി ജീവഹേതുവാണ്. സ്തോത്രം. നിത്യജീവങ്കിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഭക്തി അന്ത്യം വരെ മുറുകെ പിടിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ എന്നും തൃപ്തരായിരിക്കും. പരിഭവം ഉണ്ടാകില്ല, പരാതികൾ ഉണ്ടാവില്ല. എന്നും വിശ്വസ്തരായി നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരുങ്ങത്തക്ക രീതിയിൽ
ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുന്നു. സ്തോത്രം. ഒരു തീരുമാനമെടുക്കുക. ഞാനുള്ള കാലത്തോളം യഹോവ ഭക്തനായി തന്നെ ജീവിക്കും. സ്തോത്രം. ദൈവഭക്തി വിട്ട് ഞാൻ പുറകോട്ട് പോകില്ല. ഞാൻ ശക്തനായി മുമ്പോട്ട് വരും. തീരുമാനിക്കും. സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. യഹോവ ഭക്തി ജീവഹേതുവാണ്. അതുള്ളവൻ തൃപ്തനായി തീരും. അനർത്ഥം അവനെ തോൽപ്പിക്കുകയില്ല. ശത്രു ഞങ്ങളെ തോൽപ്പിക്കുകയില്ല. വഷളം ഞങ്ങളെ പീഡിപ്പിക്കുകയില്ല. ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഭുജം അതിശ്രേഷ്ഠമായിരിക്കാൻ സ്തോത്രം. ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ, തകർച്ചകൾ മാറട്ടെ, ആത്മാവിൽ ജനം എഴുന്നേൽക്കട്ടെ, സകല ഭയത്തിന്റെ വ്യാപാരങ്ങളും തകരട്ടെ. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവത്തിന്റെ കാര്യം ഇന്ന് പകൽ തന്റെ ജനത്തെ താങ്ങുന്നതിന് സ്തോത്രം. ഈ ബലത്തോടെ ദൈവം ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. വിളിച്ചു പറ, യഹോവ ഭക്തനായിരിക്കില്ല. ആദ്യം വരെ വിശ്വസ്തനായിരിക്കും. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കും. ഒരു പ്രതിഫലം ഞങ്ങൾക്കുണ്ടാകും. നിശ്ചയം. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ ദൈവം അനുവദിക്കില്ല. ഈ വചനങ്ങൾ എന്നോട് സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ